ഞാനിപ്പോൾ യു കെ വന്നിട്ട് 1 ഇയറായി. അപ്പോൾ യു കെയിൽ ലിവിങ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്, ഇവിടെ എത്ര സാലറി കിട്ടും, എങ്ങനെയാണ് ലിവിങ് എക്സ്പെൻസസ് എന്നൊക്കെയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളാരെങ്കിലും യു കെയിലേക്ക് സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ജോബിലോ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. നമ്മളിപ്പം എല്ലാവരും പറയുന്ന പോലെ ലക്ഷങ്ങളിലൂടെ സാലറി കിട്ടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ശരിയാണ്, ലക്ഷങ്ങളിലൂടെ സാലറി കിട്ടും. ബട്ട് അത് ഇന്ത്യൻ മണിയിൽ നോക്കുന്ന സമയത്ത് മാത്രമാണ് അത് ലക്ഷങ്ങളായിട്ട് നമുക്ക് തോന്നുക. സോ ഇവിടെ നമുക്ക് ഇപ്പം ഒരു പൗണ്ട് എന്ന് പറയുന്നത് 125 രൂപയ്ക്ക് മുകളിലാണ്. എന്താ പറയുക, ഒരു സാധാരണ ജോലിക്ക് വർഷം കിട്ടുന്ന പറഞ്ഞാൽ ഒരു 35,000 പൗണ്ടൊക്കെയാണ്. ഏകദേശം മാസം ഒരു 3,000 പൗണ്ട്, 3,200 പൗണ്ടൊക്കെ വരും അത് സാലറി. അപ്പോൾ ഈ 3,200 പൗണ്ടിൽ നമുക്ക് നല്ലൊരു ശതമാനം ടാക്സ് പോകും. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 പൗണ്ട് വരെ ഇവിടെ ഏൺ ചെയ്യുന്ന ആൾക്കാർ, ഇയർലി 12,000 പൗണ്ട് വരെ ഏൺ ചെയ്യുന്നവർക്ക് 0% ആണ് ടാക്സ്. നമ്മുടെ നാട്ടിലും ഏകദേശം 7 ലക്ഷം 8 ലക്ഷം ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാലറി എത്ര ഉള്ളവർക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട. അതിനുശേഷം അതിൻ്റെ ബാക്കി ഏൺ ചെയ്യുന്ന എമൗണ്ട് മാത്രം ആദ്യത്തെ ഒരു ഇത്ര ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കുന്നത് തന്നെ നമുക്കിവിടെയും ആ ഒരു രീതിയിൽ തന്നെയാണ് ടാക്സ് വരുന്നത്. പിന്നെ ഇപ്പം ഈ ഒരു 35,000 പൗണ്ടൊക്കെ സാധാരണ ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഏകദേശം മാസം ഒരു 2,400 പൗണ്ട്, അതായത് ബാക്കി നാഷണൽ ഇൻഷുറൻസ് ഉണ്ട്, ടാക്സ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഒരു 2,300 2,400 പൗണ്ടായിരിക്കും മാസം അയാൾക്ക് സാലറി ആയിട്ട് അയാളുടെ അക്കൗണ്ടിൽ കയറുക. അപ്പം നമുക്കിവിടെ കട്ടിങ് വരുന്നത് ഒന്ന് ടാക്സ് പോവും, പിന്നെ നാഷണൽ ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് പോവും, പിന്നെ പെൻഷനിൽ എന്തെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൻഷൻ്റെ കട്ടും വരും. അപ്പം ഈ 3 കട്ടിങ്ങുകളാണ് നമുക്ക് എല്ലാ മാസവും നമ്മുടെ സാലറിയിൽ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2,300 2,400 ആ റേഞ്ചൊക്കെ ആയിരിക്കും നമുക്ക് സാലറി കയറുക. 35,000 പൗണ്ട് ഇയർലി സാലറി ഉള്ള ആൾക്ക്. അപ്പം ഈ 2,400 പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 2.5 ലക്ഷം രൂപ 2.25 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ് ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ. 2 ലക്ഷം അല്ല കേട്ടോ, കാരണം ഒരു 125 രൂപ ഉണ്ടല്ലോ, അപ്പം ഒരു 3 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ്. ഈ 3 ലക്ഷം രൂപയും കൊണ്ട് നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതല്ലേ അതിനേക്കാളും വലിയ കാര്യം. അപ്പോൾ ഈ 3 ലക്ഷം രൂപയ്ക്ക് നമുക്കിവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു റെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു ആവറേജ് സിംഗിൾ റൂം വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ റൂം ആണെങ്കിൽ നമുക്കൊരു 800-900 പൗണ്ട് ലണ്ടനിൽ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. അതൊക്കെ ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും വില കുറഞ്ഞ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പം അതിനേക്കാളും കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു 1 BHK ഫ്ലാറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,300 പൗണ്ട് എങ്ങനെയാണെങ്കിലും നമുക്കിവിടെ മന്ത്ലി റെൻറ്റ് കൊടുക്കണം. 1,300 പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ 1.5 ലക്ഷം രൂപയാണ്. അപ്പം എന്താ പറയുക, ഇപ്പം മനസ്സിലായല്ലോ. അപ്പം അത്ര എമൗണ്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ റെൻ്റ് എന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കാറ് മിക്കപ്പോഴും വേണം, കാരണം കാറാണ് കുറച്ചും കൂടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനേക്കാളും ചീപ്പ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ ദൂരത്തിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ നിന്ന് ഒരു ട്യൂബൊക്കെ എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 10 പൗണ്ട് എടുത്ത് നമുക്ക് 10 പൗണ്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് ട്രാവൽ കോസ്റ്റ് ആകും. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 10 പൗണ്ട് എന്ന് പറഞ്ഞാൽ 1,500 രൂപ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് ഇങ്ങോട്ടൊന്ന് വരുമ്പോഴത്തേക്കും ആകും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാറാണ് ലാഭം. കാരണം ആ സെയിം ഇത് കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാറിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 1-2 ലിറ്റർ പെട്രോളിൽ പരിപാടി തരും. സോ കാറുള്ള ആൾക്കാർക്ക് കാറിനൊന്നും വലിയ വിലയൊന്നുമില്ല ഇവിടെ. പക്ഷേ വിലയുള്ള സാധനമുണ്ട്, ഇൻഷുറൻസ്. ഇപ്പം ഞാനൊരു ന്യൂ ഡ്രൈവറാണ് ഇവിടെ. സോ എനിക്ക് ഇന്ത്യൻ ലൈസൻസേ ഉള്ളൂ. ഇപ്പം യു കെ ലൈസൻസിലേക്ക് മാറണമെങ്കിൽ ഇവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി യു കെ ലൈസൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ 1 ഇയർ എനിക്കിവിടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഡ്രൈവ് ചെയ്യാം. സോ ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ആദ്യമേ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ കോട്ട് 165 പൗണ്ട് പെർ മന്ത് ഇൻഷുറൻസ്. സോ പെർ മന്ത് 165 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 20,000 രൂപ പെർ മന്ത്. ഞാൻ നാട്ടിൽ എൻ്റെ പുതിയ വണ്ടിക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 13,000 രൂപ സംതിങ് ആണ് പെർ ഇയർ ഇൻഷുറൻസ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടാക്സ്, ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ലൈക്ക് 20 പൗണ്ട് 30 പൗണ്ട് ആ റേഞ്ചൊക്കെ വരുള്ളൂ മന്ത്ലി. ഏകദേശം 2,000-3,000 രൂപ ടാക്സ് മന്ത്ലി വരുന്നുണ്ട്. അപ്പം ഇവിടെ വലിയ റോഡുകളിലൊന്നും അധികം ടോളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മോട്ടോർ വേയിൽ കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ടോളും കാര്യങ്ങളൊന്നുമില്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ കണ്ടിടത്തെല്ലാം ടോൾ വിരിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ടാക്സ് കൊടുക്കുന്നത് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ നോർമൽ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത്
നാട്ടിലെയും ഇവിടുത്തെ ആയിട്ട് കമ്പയർ ചെയ്തപ്പം ആകെ തോന്നിയിരിക്കുന്നത് നമുക്കിവിടെ പാലിന് വലിയ വിലയൊന്നുമില്ല, പാലിന് വില കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു 2.5 ലിറ്ററിൻ്റെ ഒരു പാല് വാങ്ങിക്കുമ്പോഴത്തേക്കും 1.5 പൗണ്ട്, ഏകദേശം 150 ആ റേഞ്ച്, 150-200 രൂപ ആ റേഞ്ചിൽ കിട്ടുന്നു. അപ്പം ആ ഒരു സാധനത്തിനൊഴികെ ബാക്കി എല്ലാ സാധനത്തിനും മുടിഞ്ഞ വിലയാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം ബാക്കി എന്ത് സാധനം നമ്മൾ പച്ചക്കറി വാങ്ങിച്ചാലും ബാക്കി വീട്ടിലേക്കുള്ള സകല സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും എല്ലാത്തിനും നല്ല വിലയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഇപ്പം 10 കിലോ അരിക്ക് നമ്മൾ എത്രയാണ് 700 രൂപ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1500 രൂപ ആ റേഞ്ച് എങ്ങനെയാണ്, 1500-2000 രൂപ അടുത്ത് വരും 10 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ. അപ്പം ആ ഒരു റേഞ്ചാണ് നമുക്കിവിടെ ഒരു എക്സ്പെൻസ് വരുന്നത്. ബാക്കി മിക്ക സാധനങ്ങൾക്കും തന്നെ ഈ ഒരു റേഞ്ചാണ് വില. അപ്പോൾ നമുക്ക് നാട്ടിൽ ഒരു ചായ കുടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 രൂപയുടെ കേസ് കയറും. പക്ഷേ ഇവിടെ ചായ കിട്ടത്തില്ല, ഹോട്ട് ചോക്ലേറ്റ് കിട്ടുള്ളൂ. ഹോട്ട് ചോക്ലേറ്റിന് മിനിമം 4 പൗണ്ടാവും. ഒരു കട്ടൻ ചായക്ക് 400 രൂപയൊക്കെ കുടിക്കാതെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ. അതേപോലെ തന്നെ നമുക്ക് എല്ലാ സാധനത്തിനും തന്നെ നല്ല എക്സ്പെൻസ് ഉണ്ട് ഇവിടെ. അപ്പം ആ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും ഈ കിട്ടുന്ന 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് തീർന്നു പോകാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, 500 രൂപയ്ക്ക് ചായ കുടിക്കുന്ന ആൾക്ക് എല്ലാ ദിവസവും 2 ചായ വീതം കുടിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കുടിക്കാൻ പറ്റും? പിന്നെ ബാക്കി ഫുഡൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊരു ബിരിയാണി ഇവിടെ കഴിക്കണമെങ്കിൽ എങ്ങനെയാണല്ലോ 1500 രൂപ 1800 രൂപ എങ്ങനെയാണെങ്കിലും കൊടുക്കണം, നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. പിന്നെ ഒരുപാട് ഇവിടെ എന്താ പറയുക, അഫ്ഗാനിസിൻ്റെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മറ്റേ ചീപ്പായിട്ട് കിട്ടുന്നത്. അവിടെ 4 പൗണ്ടിനും 3 പൗണ്ടിനൊക്കെ ബിരിയാണിയൊക്കെ കിട്ടാറുണ്ട്, ലൈക്ക് 500 രൂപ 600 രൂപ. പക്ഷേ കേരള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നവർ അത്ര നല്ല ഫുഡൊന്നും ഇവിടെ അഫ്ഗാനികളുടെ കടയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും നമുക്കങ്ങനെ കിട്ടത്തില്ല. സോ നമ്മളെപ്പോഴും നല്ല ഫുഡൊക്കെ ആയിരിക്കുമല്ലോ പ്രിഫർ ചെയ്യുക. സോ കോസ്റ്റ്ലിയാണ്. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ഹെൽത്ത് കെയർ, നമുക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പൈസ ഒന്നും കൊടുക്കണ്ട, പക്ഷേ ആശുപത്രിയിൽ നിന്ന് പോകണം എന്ന് അവർ തീരുമാനിക്കും. നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ജസ്റ്റ് ചെന്ന് കയറും, ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കും, ഡോക്ടറെ കാണും, പോട്ടെ ഒരു 2 മണിക്കൂർ അവിടെ ഇരിക്കും, ഡോക്ടറെ കാണും, കാര്യം കഴിഞ്ഞ് നമ്മൾ പോരും. ഇവിടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ GP വിളിക്കും. അതായത് ഇവിടുത്തെ ജസ്റ്റ് എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള ചെറിയൊരു നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ പറയും, അതുപോലെ സംഭവം. അവിടെ പോവുക, അവിടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം ആദ്യം. ചിലപ്പം ആ ദിവസം തന്നെ കിട്ടും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും കിട്ടും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ GPയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടും. അതായത് നമുക്ക് പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പം അവർ പറയും പോയി പാരസെറ്റമോൾ കഴിച്ചോളാം. മോസ്റ്റ് ഓഫ് അസുഖങ്ങൾക്കും പാരസെറ്റമോൾ തന്നെയായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അസുഖം വെച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കരുത്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം, എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം, സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിച്ച് ചെയ്യരുത് എന്നൊക്കെയാണല്ലോ നമ്മളോട് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് പാരസെറ്റമോൾ വരെ കഴിച്ചില്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് അവർ ചോദിക്കുക. അതായത് നിങ്ങൾക്ക് അറിയത്തില്ല ഇതൊക്കെ എങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ, അതായത് സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പ് അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓക്കെ ഇത് വേറെ എന്തെങ്കിലും വലിയ കുറച്ചും കൂടെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ മിനിമം ഒരു 2 months ഒക്കെ ചിലപ്പം വെയിറ്റിംഗ് പീരീഡ് കിട്ടും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഒരു ഹാർട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ബ്ലോക്ക് ഉള്ള പോലെയൊക്കെ അവർക്ക് തോന്നുകയാണ്, അവർ ചെറിയ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്താ പ്രശ്നമുണ്ട്, ഓക്കെ അടുത്തത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുന്നു, ജീവനുണ്ടേ ചെല്ലുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഡോക്ടറുമായിട്ട് അടുത്തൊരു കൺസൾട്ടിങ്ങിൻ്റെ ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും ബെറ്റർ നാട്ടിൽ പോയിട്ട് ചെയ്യുന്നതാണ്, അതാണ് നല്ലത്. അതായത് ഈ സാധനത്തിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ടിക്കറ്റ് എടുക്കുക, നാട്ടിൽ പോവുക, കാര്യം ചെയ്തിട്ട് തിരിച്ചു വരിക. പിന്നെ ഇതുപോലെ ഡെൻ്റൽ അപ്പോയിൻമെൻ്റ് ഒന്നും ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല, വെരി കോസ്റ്റ്ലിയാണ്. ഒരു പല്ല് പറിക്കണമെങ്കിൽ 60,000 രൂപ 70,000 രൂപ. ബെറ്റർ നാട്ടിൽ പോയിട്ട് 500 രൂപ കൊടുത്ത് പല്ല് പറിച്ചിട്ട് തിരിച്ചു വരിക. ബെറ്റർ ദാൻ ലൈക്ക് ഇവിടെ 500 പൗണ്ടിനും 600 പൗണ്ടിനും പല്ലെടുക്കുന്നതിനേക്കാളും ചീപ്പാണ് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്. സോ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു എക്സ്പെൻസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും പറയാനുള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ശരിക്കും നാട്ടിൽ നമുക്ക് പെട്രോളിന് മാത്രമേ എനിക്ക് വലിയ വില തോന്നുന്നുള്ളൂ ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പെട്രോൾ ഇവിടുത്തെയും അവിടുത്തെ ഏകദേശം ഒരു സിമിലർ റേറ്റാണ്. ഇവിടെ ഒരു 150, അതായത് 1.50 പെൻസാണ്, സോറി 1 pound and 50 പെൻസാണ് ഇവിടെ പെട്രോളിന് കോസ്റ്റ് വരുന്നത്. നാട്ടിൽ 100 രൂപ വരും, ഇവിടെ ഒരു 200 രൂപ വരും. എന്നാലും ഇരട്ടിയാണ്, എന്നാലും ഓക്കെ. അതേ ഉള്ളൂ എനിക്ക് ഇവിടെ കുറച്ച് ലാഭമായിട്ട് തോന്നുന്നൊരു സാധനം. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടെല്ലാം അത്യാവശ്യം പക്കയാണ് ഇവിടെ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവർക്ക് നാട്ടിൽ എത്ര പേരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മുതൽ മുകളിലേക്കുള്ള ആൾക്കാരാരും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാറില്ല. ബട്ട് ഇവിടെ
നല്ല ട്രാഫിക് ബ്ലോക്കാണ്. എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. അതായത് ഈ സെൻട്രൽ ലണ്ടനിലും കാര്യങ്ങളൊക്കെ പോകാനുള്ളവർ. പുറത്തേക്കുള്ള ആൾക്കാർ കൂടുതലും കാറായിരിക്കും ഉപയോഗിക്കുക. കാരണം എക്സ്പെൻസ് കുറവാണ്, ചീപ്പാണ് കാർ ഉപയോഗിക്കുമ്പോൾ. നാട്ടിൽ നേരെ തിരിച്ചാണ്. അങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പെൻസിൻ്റെ കാര്യം. പിന്നെ ഇവിടെ ഫൈൻ, എല്ലാത്തിനും ഫൈനുണ്ട്. നാട്ടിലെ പോലെ ഞങ്ങൾ പാവപ്പെട്ടവരാണ് സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ എല്ലാ കാര്യത്തിനും ഫൈനുണ്ട്. നമ്മൾ എന്താ പറയുക, നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഫൈൻ അടിച്ചു തന്നിട്ട് അടയ്ക്കാതെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അവർ ഡിസ്കൗണ്ടൊക്കെ തന്ന് എങ്ങനെയൊരു അടിക്കടേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടൊക്കെ തരും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഫൈൻ കിട്ടി പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് വരും. കുറച്ച് ദിവസം കൂടെ നമ്മൾ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസ അടയ്ക്കേണ്ടി വരും. അതിപ്പം കാറിൻ്റെ കാര്യത്തിലാണേലും അല്ലാത്ത എന്ത് കാര്യത്തിലാണേലും എല്ലാം ഉണ്ടാവും. പിന്നെ വേറൊരു മെയിൻ സാധനമുണ്ട്, കൗൺസിൽ ടാക്സ്. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വലിയൊരു 1 BHK ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 100-150 പൗണ്ട് അടുത്ത് കൗൺസിൽ ടാക്സ് വരും. 150 പൗണ്ട് കൗൺസിൽ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മന്ത്ലി ആട്ടോ. അത് കൗൺസിൽ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മൾ ലാൻഡ് ടാക്സും ഹൗസ് ടാക്സും അടയ്ക്കില്ലേ, സെയിം സാധനം തന്നെ. ഇവിടെ മാസം വരുന്നത് 20,000 രൂപ. ആ ഒരു റേഞ്ച് നമുക്ക് എല്ലാ മാസവും ഉണ്ടാവും. സോ ഇതേപോലെ കുറേ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് വലിയ മിച്ചമൊക്കെ എന്തെങ്കിലും പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ ജീവിച്ച് പോകാം, അതേ ഉള്ളൂ. അതിപ്പോൾ നാട്ടിൽ നല്ല ജോലി ഉണ്ടെങ്കിൽ നാട്ടിലും സുഖമായിട്ട് ജീവിച്ച് പോകാം. നാട്ടിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇവിടെ ആകുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം. എനിക്കൊന്ന് മടിയാണ്, എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓർഡർ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവും. അവിടെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. സോ അതാണ് ഇവിടുത്തെയും അവിടുത്തെയും ലൈഫ് എക്സ്പെൻസസ് വെച്ചിട്ടുള്ള ഡിഫറൻസ്. ഇത്രയും നാൾ ഇവിടെ ജീവിച്ചതെന്ന് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. എപ്പോഴേലും വരാം. ടാറ്റാ, ബൈ.